पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പശുപതിപാശത്തിലെ അവസാന ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ദേഹബോധത്താൽ വിഷം വ്യാപിച്ച ജീവന്മാരെ പാശത്തെ മാറ്റി ശിവൻ തന്നോട് ചേർത്തുകൊള്ളും. സകളമാം പിണി അകന്ന് കേവലാവസ്ഥയിൽ തനിനില തോന്നി നിൽക്കും ബ്രഹ്മത്തിനുള്ളിലാസ്ഥ. അപ്പോൾ തനിനില തോന്നി നിൽക്കും, ബ്രഹ്മത്തിന് ഉള്ളിൽ ആസ്ഥ. ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ തനിനില തോന്നി നിൽക്കും. എനിക്ക് തനിനില അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറയുകയാണ്, ബ്രഹ്മജ്ഞാനത്തോടു കൂടി ഒരാൾക്ക് തൻ്റേതായ തനിനില തോന്നി ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യാൻ കഴിയും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ബ്രഹ്മത്തിൽ തന്നെ തനിനില തോന്നി തനിക്ക് നിൽക്കാൻ കഴിയും എന്നാണ് തിരുമൂലദേവൻ അഭിപ്രായപ്പെടുന്നത്. നോക്കൂ, ദേഹബോധത്താൽ വിഷം വ്യാപിച്ചു ജീവന്മാരെ. ജീവനിൽ വിഷം ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അനേകം മലങ്ങൾ നിറഞ്ഞതാണ്. നമ്മൾ ഇതിനു മുമ്പ് പലപാട് കണ്ടതാണ്. 3 തരത്തിലുള്ള മലങ്ങൾ: മായ, കർമ്മം, പിന്നെ അതേപോലെ തന്നെ ആണവം. ഇങ്ങനെയുള്ള മലങ്ങൾ നിറഞ്ഞ ഈ ദേഹബോധത്താൽ വിഷം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷം എന്ന് പറയുന്നത് ദേഹബോധമാണ്. ഞാൻ ആരാണ്? ഞാൻ ദേഹമാണ് എന്ന തോന്നലാണ് സത്യത്തിൽ ഏറ്റവും വലിയ വിഷം. അത് ഞാനെന്ന ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ദേഹബോധം, അതായത് ഞാനെന്ന ഭാവം ഏറ്റവും കൂടുതൽ വിഷമുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ജീവനിൽ ഈ വിഷം നിറഞ്ഞിരിക്കുന്നു. ദേഹബോധം എന്ന വിഷം നിറഞ്ഞിരിക്കുന്നു. ആ പാശത്തെ മാറ്റി ശിവം തന്നോട് ചേർത്തുകൊള്ളും. ഈ പാശങ്ങളെയെല്ലാം, ദേഹബോധം തുടങ്ങിയ മായാമലങ്ങളെയെല്ലാം ആരാണ് മാറ്റുന്നത്? ശിവൻ തന്നെ മാറ്റണം. ശിവൻ മാറ്റി തന്നോട് ചേർത്തുകൊള്ളും. ശിവനോട് ചേർത്തുകൊള്ളും. അപ്പോൾ ജീവനെ ശിവൻ തന്നോട് ചേർക്കും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. അതായത് അനന്തമായ കരുണയ്ക്ക് ഉടയവനാണ് ഭഗവാൻ ശിവൻ. ശിവൻ്റെ സ്വഭാവം തന്നെ അനന്തമായ കരുണയാണ്, ദയാവായ്പാണ്. ഈ അനന്തമായ ദയാവായ്പ കൊണ്ട് ജീവനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ, ജീവനിങ്ങനെ മലത്തിൽ കിടന്ന് നശിക്കുമ്പോൾ ആ ഭഗവാൻ ചിന്തിക്കും, ഈ ദേഹബോധം മാറ്റി ആ ജീവനെ തന്നോട് ചേർക്കണമെന്ന് അനന്തമായ കരുണയാൽ ശിവൻ ജീവനെ തന്നോട് ചേർക്കും. അതോടെ സകളമാം പിണി അകന്നോ കേവലാവസ്ഥയിൽ എത്തിച്ചേരും. അതോടെ സകളാവസ്ഥ മാറും. ശൈവസിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട 2 അവസ്ഥകളാണ് സകളാവസ്ഥ, പിന്നെ നിഷ്കളാവസ്ഥ. അങ്ങനെ ഈ അവസ്ഥാഭാവങ്ങളെ ശൈവസിദ്ധാന്തത്തിൽ ഓരോന്നായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ സകളഭാവം, സകളമാകുന്ന പിണി, ആ മായ, ആ വിഷം, ആ പിണിയകന്ന് സകളമാകുന്ന, അതായത് ദേഹബോധമാകുന്ന ആ വിഷമകന്ന് കേവലാവസ്ഥയിൽ ജീവൻ എത്തിച്ചേരും. അത് പരിശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരും. ആ പരിശുദ്ധമായ അവസ്ഥയിൽ തനിനില തോന്നി ബ്രഹ്മത്തിൽ തന്നെ, ശിവനിൽ തന്നെ ലയിച്ചു ചേരും ജീവൻ. ഇതാണ്
തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവനിൽ വിഷം നിറഞ്ഞിരിക്കുന്നു. ആ വിഷം ഏത് വിഷമാണ്? ദേഹബോധം കൊണ്ടുണ്ടാകുന്ന വിഷമാണ്. അനേകം വിഷങ്ങളുണ്ട്. ആ വിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷം ദേഹബോധം കൊണ്ടുണ്ടാകുന്ന, ഞാനെന്ന ഭാവം കൊണ്ട്, അഹംഭാവം കൊണ്ടുണ്ടാകുന്ന, ആണവമലം കൊണ്ടുണ്ടാകുന്ന വിഷമാണ്. ആ വിഷമാകുന്ന പാശത്തെ ശിവൻ തന്നെ ജീവനിൽ നിന്ന് മാറ്റി ആ ശിവൻ്റെ എല്ലാ അനുഗ്രഹവിശേഷം കൊണ്ടും ജീവൻ പിന്നെ ശുദ്ധാവസ്ഥയിൽ, കേവലാവസ്ഥയിൽ എത്തിച്ചേർന്ന് ബ്രഹ്മത്തിൽ തനി നില നിൽക്കും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ തനി നില നിൽക്കുക എന്ന ആ അവസ്ഥയാണ് പ്രധാനം. ഇത് തന്നെയാണ് ബ്രഹ്മജ്ഞാനത്തിൽ ഒഴിവിലൊടുക്കെന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതിൽ ബ്രഹ്മജ്ഞാനത്തിൽ കണ്ണുടയ വള്ളലാർ വിശദീകരിക്കുന്നത്. നമുക്ക് അതുകൂടി നോക്കാം. കണ്ണുടയ വള്ളലാർ ഒഴിവിലൊടുക്കത്തിൽ പറയുന്ന ആ ഭാഗം നോക്കൂ. തന്നെ അറിവാർക്കത് എതിരുന്താനും പയനുമില്ലേ എന്ന് ശിവനെ അറിവൻ പോമോ ചിന്നാത തീതകറ്റ് മാറ്റൊളിപ്പോറ്റേ ഇത് ചിവമായിരിക്കുക പോതകത്തെ നാമൊഴിവിപ്പോവും എന്ന ഒരു തമിഴ് മന്ത്രത്തിൽ ബ്രഹ്മജ്ഞാനം എന്ന ആ ഭാഗത്ത് വിവരിക്കുന്ന കണ്ണുടയ വള്ളലാർ വിവരിക്കുന്ന ഒരു പാടലാണിത്. ഇതിന് മഹാനായ ശ്രീ ചട്ടമ്പി സ്വാമികൾ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ വ്യാഖ്യാനത്തിലേക്ക് കിടക്കാം. ഈ പാടലിന് ചട്ടമ്പി സ്വാമികൾ പറയുകയാണ്, 36 തത്വങ്ങളും വിട്ടു നീങ്ങി തന്നെ ഉള്ള പ്രകാരം ഉണർന്നവർക്ക് മുമ്പിലത്തെ അറിവിന് എതിരായിട്ട് ഭവിച്ച തത്വങ്ങളൊന്നുമില്ല, ദേഹമായ താനുമില്ല എന്ന് വേദാഗമങ്ങൾ പറയും. എങ്കിൽ ആ ആത്മാവിൽ അഗ്നിക്ക് ഉഷ്ണമെന്ന പോലെ വേർപെടാതിരുന്ന ബ്രഹ്മത്തെ നേരിട്ടറിയാൻ തുടങ്ങിയാൽ എന്ത് വിപരീതമായി പോകുമോ? ഞാൻ അറിയുന്നില്ല, ജ്ഞാനനായക സ്ഫുടം വച്ച് മാലിന്യം, അതായത് ക്ലാവ് ഇല്ലായ്മ ചെയ്ത് പൊന്നിന് മാറ്റൊളി അധികമാക പോലെ നിൻ്റെ ലൗകിക ബോധം കുറഞ്ഞ് നീ ശിവപ്രകാശമായിരിക്കെ നാനാ ഉപായങ്ങളാലും ആ ബോധത്തെ നാം ഒഴിച്ചു കളയും. അപ്പോൾ ശിവപ്രകാശം നിറഞ്ഞു വരുമെന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. നിൻ്റെ ലൗകിക ബോധം കുറഞ്ഞു വന്ന് നീ ശിവപ്രകാശമായി മാറും. പൊന്നും കല്ലും ത്രാസിൻ്റെ 2 തട്ടിൽ ഇട്ടാൽ തൂക്കം ശരിപ്പെടുമ്പോൾ മുകളിൽ നിന്ന് കീഴോട്ടുള്ള സൂചിയുടെ മുനയ്ക്ക് നേരായി കീഴ് നിൽക്കുന്ന സൂചി എന്ന പോലെ തന്നെ ഉള്ള പ്രകാരം അറിഞ്ഞവന് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ തന്മയമായിരുന്ന അറിവ് അവയിൽ ചേരാതെ വേർപെട്ട് സാക്ഷാത്കാരത്തിൽ നിശ്ചലമായിരിക്കയാൽ തന്നെ അറിവാർക്ക് എതിരുമില്ലേ എന്നും ദേഹം താനിരുന്ന അറിവ് അതിനെ വിട്ട് ജ്ഞാനസ്വരൂപമായി നിൽക്കയാൽ അനുമില്ലേ എന്നും പൂർണ്ണമായ ഇച്ഛയെ വെച്ച് വിഷയേച്ഛയെ വിട്ട് നിൽക്കയാൽ പയനുമില്ലേ എന്നും ഇവിടെ കണ്ണുടയ വള്ളലാർ ഒഴിവിലൊടുക്കത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ വിശദമാക്കുന്നു. സ്ഫുടം വയ്ക്കും തോറും മാലിന്യം മാറി മാറ്റ് ഏറി വരും പോലെ ജീവലൗകിക ബോധത്തിൽ ശിവത്തെ എതിരിട്ടറിയാതെ അറിഞ്ഞ് നിശ്ചലമായി നിൽക്കും തോറും ആ ജീവബോധം കുറഞ്ഞ് ശിവപ്രകാശം അധികപ്പെടുന്നതിനാൽ തിതകറ്റു മാറ്റുള്ളി പോൽ എന്നും ഉപമയിലൂടെ കണ്ണുടയ വള്ളലാർ ഒഴിവിലൊടുക്കത്തിൽ വ്യക്തമാക്കുന്നു എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഈ ഭാഗം വിവരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് തന്നെയാണ്
രമണ മഹർഷിയും പറയുന്നത് എന്താ നോക്കൂ, നിങ്ങളുടെ ശരീരം അവിടെയും ഇവിടെയുമൊക്കെ പോയേക്കാം, പക്ഷേ എവിടെ പോയാലും ആ പരമ്പൊരുളിൻ്റെ സന്നിധി എല്ലായിടത്തും ഉണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ സൃഷ്ടിക്കപ്പുറത്തായി ഒന്നുമില്ല. ഭഗവാനെ ഒരു ശരീരമായും തന്നെ മറ്റൊരു ശരീരമായും കരുതുന്നതുകൊണ്ടാണ് ഭഗവാനെ വിട്ടു പോകുന്നു എന്ന് തോന്നലുണ്ടാകുന്നത്. എന്നാൽ സത്യം എന്താണെന്നോ, എന്നെ വിട്ട് ആർക്കും എവിടെയും പോകാൻ കഴിയില്ല. ഈശ്വരനുണ്ടോ എന്ന കാര്യം അവിടെ ഇരിക്കട്ടെ, നമ്മളുണ്ടോ, എങ്ങനെ, എന്തായിരിക്കുന്നു എന്നിങ്ങനെ നമ്മുടെ ഇരിപ്പിനെ ആദ്യം നമുക്ക് നോക്കാം. ലോകത്തെ കാണുന്ന നാം ആര് എന്നറിഞ്ഞാൽ അല്ലാതെ സത്യമുള്ള വിധത്തിൽ പ്രകാശിക്കുകയില്ല. ഇതാണ് രമണ ഭഗവാൻ വളരെ ലളിതമായിട്ട് നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് അകപ്പേ സിദ്ധർ എന്ന് പറഞ്ഞൊരു സിദ്ധർ ഒരു പാട്ടായിട്ട് എഴുതുന്നുണ്ട്. ഇന്ദ്രനെ കാണാതെ അകപ്പേ ഊനത് നുഴൈന്തായേ, എൻ്റനെ കാണാതെ അകപ്പേ ഇടത്തിൽ വந்தாയേ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ചുമ്മാ ഇരുന്ന് വിടായ് അകപ്പേ സൂത്രം ചെന്നേനെ, ചുമ്മാ ഇരുന്നിടം അകപ്പേ ചുട്ടത് കണ്ടായേ. അതായത് ഈ ശിവപ്രകാശം നമ്മിൽ ജീവനിൽ തെളിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അദ്ദേഹം ഒരു പാട്ടിലൂടെ വ്യക്തമാക്കുകയാണ്. ചുമ്മാതിരിക്കാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതിരിക്കുമ്പോൾ ശരീരം ചുടുന്നത് കണ്ടോ നീ? ജ്ഞാനാഗ്നിയിൽ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും. ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് ഇത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.